കെട്ടുകഥകളും മായാവി കഥകളും മുസ്ലിം ഉമ്മത്തിനെ സ്വാധീനിക്കാൻ തുടങ്ങി. കേട്ടല്ലോ, ആകാശത്തു കൂടെ പോകുന്ന ഫ്ലൈറ്റ് അങ്ങ് മടവൂര് പിടിച്ചിറക്കി ഷെയ്ഖിനെ കയറിപ്പോയി എന്ന് കേട്ടപ്പം തക്ബീർ വിളിക്കുന്നത് മുസ്ലിം സഹോദരങ്ങളാ. ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയെ കൊയിലാണ്ടി കടപ്പുറത്ത് തടഞ്ഞു നിർത്തി ഇനി അങ്ങോട്ട് ഫറോക്ക് വരെ സ്പീഡ് കുറച്ചിട്ടേ പോകാവൂ. ഈ സ്ഥലത്തിന്റെ ഉള്ളിൽ ഷെയ്ഖുനാന്റെ മക്ബറയുണ്ടെന്നും ഷെയ്ഖുനാന്റെ കുടുംബമുണ്ടെന്നും ആ തീവണ്ടി ഉപദേശിച്ചപ്പോഴേക്കും പിന്നീട് ആ തീവണ്ടി കൊയിലാണ്ടി കടപ്പുറത്ത് നിന്ന് ഫറോക്കിലെത്തുന്നതിന്റെ ഇടയ്ക്ക് ഒരിക്കലും സ്പീഡ് കൂടാൻ പറ്റിയിട്ടില്ല എന്ന് കേൾക്കുമ്പോഴേക്കും തക്ബീർ വിളിക്കുന്നത് മുസ്ലിമീങ്ങളാ. ഗർഭം ധരിക്കാത്ത പെണ്ണിന് ബിരിയാണി തിന്നുന്നതിനിടയിൽ കോഴിക്കാല് കൊടുത്ത് ഗർഭമുണ്ടാക്കിയത് മുതൽ ഇപ്പോഴും പരിശുദ്ധ റമദാനിലെ ഒരു രാത്രി ഹിളർ നബിയോടും ജിബ്രീലിനോടും കൂടെ ചിറ്റടിമീത്തല വീട്ടിന്റെ പറമ്പിൽ വന്ന് കഞ്ഞി കുടിച്ചു പോകുന്നവനാണ് CM ഷെയ്ഖ് എന്ന് പറയുമ്പോഴേക്കും അത് തൊണ്ട തൊടാതെ വിശ്വസിക്കുന്ന ഒരന്ധവിശ്വാസ കൗമിലേക്ക് കൊണ്ടെത്തിക്കാൻ പുരോഹിത വർഗത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുൻപ് ഒട്ടകത്തിന്റെ മൂക്ക് കയറ് മാത്രം പിടിച്ച് ഒരു ജനതയെ അന്ധവിശ്വാസത്തിൽ നിന്നും ശിർക്കൻ ജീവിതത്തിൽ നിന്നും ഏകദൈവ വിശ്വാസത്തിന്റെ പാതയിലേക്ക് കൊണ്ടു നടന്ന ഒരു പ്രവാചകനോടും ആ പ്രവാചകൻ ലോകത്തിന് ഓതിക്കൊടുത്ത ഇസ്ലാം എന്ന മതത്തെയും പച്ചക്ക് നശിപ്പിക്കുന്ന ഒരു പുരോഹിത വർഗത്തിന്റെ മുൻപിലാ ഇന്ന് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാ ഈ ഉമ്മത്തിന് സംഭവിച്ച ഏറ്റവും വലിയ പാതകവും ഏറ്റവും വലിയ തെറ്റും. ഏകനായ അള്ളാഹുവിനെ, ആ റബ്ബിനെ തിരിച്ചറിയാൻ പലർക്കും സാധിക്കുന്നില്ല. അറിയേണ്ട രീതിയിൽ ആ റബ്ബിനെ ആരും അറിഞ്ഞിട്ടുമില്ല. അതാണ് റബ്ബ് ഓർമ്മപ്പെടുത്തുന്നതും വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി. റസൂലേ, അവരിൽ പലരും അള്ളാഹുവിനെ അറിയേണ്ട പ്രകാരം അറിഞ്ഞിട്ടില്ല നബിയെ. അള്ളാഹുവിനെ തിരിച്ചറിയേണ്ട രീതിയിൽ അവര് മനസ്സിലാക്കിയിട്ടില്ല നബിയെ. ഏതൊരു പ്രയാസത്തിന്റെ മുൻപിലും നെഞ്ചും വിരിച്ചു നിന്ന സ്വഹാബത്തിനെ ജീവിക്കാൻ പ്രേരിപ്പിച്ച ഏകദൈവ വിശ്വാസം അല്ലേ ഇസ്ലാമിക ലോകത്ത് ഇന്നും മതിവരാത്തൊരു ചരിത്രമുണ്ട്. ഉഹുദിന്റെ രണാങ്കണത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുന്ന സ്വഹാബത്ത്, ആ യുദ്ധക്കളത്തിൽ ഒരൽപ്പം സഹാബത്തിൽപ്പെട്ട ചിലര് റസൂലുള്ളാഹിനോട് ധിക്കാരം കാണിച്ച് മലമുകളിൽ നിന്നും ഇറങ്ങിപ്പോന്നപ്പോ അതുവരെ ജയിച്ചു എന്ന പരിധിയിൽ നിന്നിരുന്ന അള്ളാന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും നേരെ ശത്രുക്കൾ അടിച്ചു കയറി. പിന്തിരിഞ്ഞോടുകയല്ലാതെ സഹാബാക്കൾക്കും റസൂലുള്ളാഹിക്കും പ്രത്യേകിച്ച് വഴിയില്ല. ഓടുന്ന ഓട്ടത്തിനിടയിൽ അതുവരെ കൂടെ ഓടിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ത്വൽഹ റളിയല്ലാഹു അൻഹു കാണുന്നുണ്ട്. പക്ഷെ ഒരല്പം കൂടി മുൻപോട്ടെത്തിയപ്പോ അള്ളാഹുവിന്റെ ഹബീബിനെ കാണുന്നില്ല. തിരിച്ചോടി ഉഹുദിലേക്ക് തന്നെ തിരിച്ചോടുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു ഉറക്കെ ചോദിക്കുന്നുണ്ട്, അയ്ന റസൂലല്ലാഹ്, അള്ളാന്റെ ഹബീബ് എവിടെ, അള്ളാന്റെ പ്രവാചകൻ എവിടെ? ഉഹുദിലേക്ക് തിരിച്ചോടുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു കണ്ടത് ഉഹുദിന്റെ തൊട്ടടുത്തുള്ള ഒരു പൊട്ടക്കിണറ്റിൽ വീണ് മുൻവശത്തുള്ള 2 പല്ലുകൾ പൊട്ടി ഒരു ഇരുമ്പിന്റെ കമ്പി തൊണ്ട തൊളയോട് കൂടി നെറ്റി കവിളത്ത് തറഞ്ഞു കിടക്കുന്ന അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ ഓടിച്ചെന്ന് ആ ഒരു പൊട്ടക്കിണറ്റിലേക്ക് ചാടിയിറങ്ങുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറയുന്നുണ്ട്, റസൂലേ, താങ്കൾ രക്ഷപ്പെട്ടുകൊള്ളുക, എന്റെ മുതുക്കത്ത് കയറി താങ്കൾ രക്ഷപ്പെട്ടുകൊള്ളുക റസൂലേ. അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ത്വൽഹ, താങ്കൾ എന്ത് ചെയ്യും? പുഞ്ചിരിയോടെ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അവർക്ക് എന്നെയല്ല റസൂലേ വേണ്ടത്, താങ്കളെയാ റസൂലേ അവർക്ക് വേണ്ടത്. മക്കയിലുണ്ടായിരുന്ന ജാറങ്ങളും മക്ബറകളിലേക്കും പോകരുതെന്ന് പറഞ്ഞതിന്റെ പേരിൽ താങ്കൾക്കെതിരാണ് അവർ. അതുകൊണ്ട് തന്നെ റസൂലേ, താങ്കൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങള് ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മുതുക്കത്ത് ചവിട്ടി മുകളിലേക്ക് കയറി. റസൂലുള്ളാഹിനെ കണ്ട ഉടനെ 4 ഭാഗത്തും ശത്രുക്കൾ വളഞ്ഞു. 4 ഭാഗത്തും ഓരോരുത്തരും ഊരിപ്പിടിച്ച വാളുമായി നിൽക്കാൻ തുടങ്ങി. അതുവരെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന നാട്ടിൽ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ എങ്ങനെയാണ് ആ മർദ്ദിക്കുക, വെട്ടിത്തുടങ്ങുക എന്ന ആശങ്കയിൽ ചുറ്റും കൂടി നിൽക്കുന്ന ശത്രുക്കൾ നിൽക്കുമ്പോ ആ പൊട്ടക്കിണറ്റിൽ നിന്നും ത്വൽഹ റളിയല്ലാഹു അൻഹു മുകളിലേക്ക് വലിഞ്ഞു കയറി ഓടിച്ചെന്ന് റസൂലുള്ളാഹിനെ പൊതിഞ്ഞങ്ങ് കെട്ടിപ്പിടിച്ചു. അതേ സെക്കൻഡിൽ ശത്രുക്കൾ വെട്ടാൻ തുടങ്ങി. കറങ്ങിത്തിരിഞ്ഞ് ചുറ്റിത്തിരിഞ്ഞ് ശത്രുക്കൾ വെട്ടുന്ന ഓരോ വെട്ടുകളും സ്വന്തം മുതുകുകൊണ്ട് തടുത്ത് അള്ളാന്റെ ഹബീബിന്റെ മേനിയിൽ ഒരൊറ്റ വെട്ടിന്റെ അടയാളം പോലും തൊടിക്കാതെ ത്വൽഹ റളിയല്ലാഹു അൻഹു സംരക്ഷിക്കാൻ തുടങ്ങി. അവസാനം വേദന കൊണ്ട് പൊളഞ്ഞ് ശരീരത്തിൽ മാരകമായ മുറിവുകൾ പറ്റിയിട്ടും
അള്ളാന്റെ ഹബീബിനെ കാണിച്ചു കൊടുക്കാതിരുന്നപ്പോ ശത്രുക്കൾ നിരാശരായി തിരിഞ്ഞു നടന്നു. ആ നടന്നു പോകുന്ന സമയത്ത് ഓടിക്കതച്ചു വരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാന്റെ റസൂലുള്ള പറയുന്നുണ്ട്, അബൂബക്കറെ, ത്വൽഹാന്റെ ശരീരത്തിൽ എത്ര വെട്ടുകളുണ്ടെന്ന് പരിശോധിക്കണം. ത്വൽഹാ റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചു കടത്തി അദ്ദേഹത്തിന്റെ മുതുക്കത്ത് കിട്ടിയ വെട്ടുകളുടെ എണ്ണം അബൂബക്കർ സിദ്ദീഖ് എണ്ണിത്തുടങ്ങുമ്പോ സിദ്ദീഖുൽ അക്ബറിന്റെ കണ്ണുകളിലൂടെ കണ്ണുനീരുകൾ ധാരയായി ഒഴുകാൻ തുടങ്ങി. കണ്ണുനീരോടെ എഴുന്നേറ്റ് നിന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള ചോദിച്ചു, പറ അബൂബക്കർ, എത്ര വെട്ടുകളുണ്ട് ത്വൽഹാന്റെ ശരീരത്തിൽ? ഒട്ടിക്കരഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, 84 പരം വെട്ടുകളുണ്ട്. അതിൽ 14 വെട്ടുകൾ പിൻഭാഗത്തു നിന്നും മുൻഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് റസൂലേ. വേദന കൊണ്ട് പൊളയുന്ന ത്വൽഹാനെ കൂട്ടിപ്പിടിച്ച് അള്ളാന്റെ റസൂല് ചോദിച്ചു, ത്വൽഹ, താങ്കൾക്ക് വേദനിച്ചിട്ടില്ലേ? ആ വെട്ടുകൾ ഏൽക്കുമ്പോ താങ്കൾക്ക് എന്തേ അനുഭവപ്പെട്ടത്? അള്ളാന്റെ ഹബീബിന്റെ മുഖത്ത് നോക്കി ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഓരോ വെട്ടുകൾ എന്റെ ശരീരത്തിൽ ഏൽക്കുമ്പോ എനിക്ക് മാറണം എന്ന് തോന്നിയിരുന്നു പ്രവാചകരെ. പക്ഷെ ഞാനെങ്ങാനും മാറിയാൽ ആ ഓരോ വെട്ടുകളും ഹബീബായ അങ്ങയുടെ ശരീരത്തിലാണ് ഏൽക്കുക എന്ന് ചിന്തിച്ചപ്പോ എനിക്കത് മാറാൻ തോന്നിയിട്ടില്ല റസൂലേ. അള്ളാന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് ബോധം കെട്ടി വീഴാൻ ഒരുങ്ങുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു അവസാനം പറഞ്ഞ വാക്കിങ്ങനെയാ, എന്റെ അടയാളങ്ങൾ എന്റെ സ്വർഗത്തിനുള്ള അടയാളമാണ് പ്രവാചക. നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോ ഈ അടയാളങ്ങൾ കാണിച്ച് ഞാൻ എന്റെ റബ്ബിന്റെ സ്വർഗം വാങ്ങും എന്ന് പറഞ്ഞ് ബോധം കെട്ടുവീണ ഒരു സഹാബത്തിന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മളെങ്കിൽ ഏതേത് ഘട്ടത്തിലും ഏതേത് സങ്കടത്തിലും ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഒരു വിശ്വാസിക്കുണ്ടാവാൻ പാടുള്ളൂ, അള്ളാഹു ഏകനാണെന്ന വിശ്വാസവും അവനരികിലേക്ക് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന വിശ്വാസവും. അത് പഠിപ്പിക്കാൻ ആ പ്രവാചകന്മാര് വന്നത്. അമ്പിയാക്കൾ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടതിന്റെ ഉദ്ദേശം തൗഹീദ്, ഏകദൈവ വിശ്വാസം ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാ. അതാ റബ്ബ് പഠിപ്പിച്ചതും, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. 100,000 പരം പ്രവാചകന്മാർ ആദം നബി മുതൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട സർവ്വ പ്രവാചകന്മാരും ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഈ ഉമ്മത്തിനോട് ദേഷ്യത്തോടെയും കണിശതയോടെയും പറഞ്ഞിട്ടുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവന്റെ മുൻപിലെ സുജൂദ് ചെയ്യാവൂ, അവനോട് മാത്രമേ സഹായം ചോദിക്കാവൂ. മറ്റൊന്നിന്റെ നേരെയും നിങ്ങളെ കൈ നീളാൻ പാടില്ല, മറ്റൊരാൾക്ക് നേരെയും നിങ്ങൾ സഹായം ചോദിക്കാൻ പാടില്ല. കാരണം അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാതകമായ ശിർക്കിലേക്ക് കൊണ്ടെത്തിക്കും. ആ ശിർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിനോട് പോലും അള്ളാഹുവിന്റെ കൽപ്പന വന്നിട്ടുണ്ട്, നബിയെ, താങ്കളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങളെ അമലുകൾ ബാത്തിലായി പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ വിശ്വാസത്തെ അബദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാ. ജാറങ്ങളിലേക്ക്, മക്ബറകളിലേക്ക്, ദർഗകളിലേക്ക് തീർത്ഥയാത്രകൾ സംഘടിപ്പിച്ച് ജാറം മൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവര്, ഇന്റെ മമ്പർത്ത് തങ്ങളെ, ഇന്റെ മുഹയ്യിദ്ദീൻ ശൈഖേ, ഇന്റെ CM മക്കാമിലെ തങ്ങളെ എന്ന് വിളിപ്പിക്കുന്നതിലേക്ക് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകാൻ ചില പുരോഹിതന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് കേവലം കക്ഷിത്വത്തിന്റെ വർത്തമാനമല്ല. ഈ മമ്പാട്ട റോഡ് സൈഡിൽ ഒരു അപകടം പറ്റി കിടക്കുന്നവന്റെ ചോരയുടെ നിറം ചുവപ്പാണെങ്കിൽ അവന്റെ നിറമോ അവന്റെ ജാതിയോ അവന്റെ കുലമോ നമ്മൾ പരിഗണിക്കുന്നില്ലെങ്കിൽ അതേ മനസ്സേ ഈ വിഷയത്തിലുള്ളൂ. ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിലേക്ക് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകാൻ ശിർക്കിലേക്ക് വലിച്ചേക്കുന്ന പുരോഹിതന്മാർക്ക് മുൻപിൽ ആർജവത്തോടെ പറയാൻ പറ്റണം, ആളിക്കത്തുന്ന അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സെക്കൻഡിൽ പോലും ഇബ്രാഹിം നബി പറഞ്ഞൊരു വാക്ക്, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി, എന്റെ റബ്ബ് മതി എനിക്ക് എന്ന് പറയാനുള്ള ആർജവമാണ് ഒരു വിശ്വാസിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതറിയണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്തിന്റെ റസൂലുള്ള നിയോഗിക്കപ്പെടുമ്പോ മക്കയിലുള്ള ആളുകൾക്കും ഇന്നുള്ള ആളുകളിൽപ്പെട്ട ചിലരുടെ വിശ്വാസമായിരുന്നു. ആ കാലഘട്ടത്തിൽ ജീവിച്ചു മരിച്ചിരുന്ന വലിയ പ്രമാണിമാരിൽപ്പെട്ട ലാത്ത എന്ന ഒരു വ്യക്തി, ലാത്ത മരണപ്പെട്ടപ്പം മക്കക്കാര് കുറച്ച് ഗോത്രക്കാർ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ലാത്ത പുണ്യപുരുഷനായതുകൊണ്ട് ലാത്തയുടെ കബർ നമുക്കങ്ങനെ അനാദരവോടെ ഇടാൻ പാടില്ല, അത് കുറച്ചൊന്ന് കെട്ടിപ്പൊക്കണം. അങ്ങനെ ലാത്തയുടെ കബർ അവര് കെട്ടിപ്പൊക്കി. കുറച്ച് കഴിഞ്ഞപ്പം അവര് വീണ്ടും ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു,
ആ കെട്ടിപ്പൊക്കിയ കബർ അങ്ങനെ ഇട്ടിട്ട് കാര്യമല്ല, അവിടെ ചില ആഘോഷങ്ങൾ സംഘടിപ്പിക്കണം. അങ്ങനെയായിരുന്നു ലാത്തയുടെ കബറിങ്കൽ ആഘോഷങ്ങൾ വന്നത്. യാത്ര പോകുന്ന കച്ചവടക്കാര് ലാത്തന്റെ കബറിങ്കൽ വരും, യാത്ര പോകുന്ന ആളുകൾ ലാത്തയുടെ കബറിങ്കൽ വരും. ഉസ്സ എന്നൊരു മരമുണ്ടായിരുന്നു, ആ മരത്തിന്റെ ചുവട്ടിൽ ചെന്നവർ പ്രാർത്ഥിക്കും. മനാത്ത എന്നൊരു കൽബിംബം ഉണ്ടായിരുന്നു, ആ ബിംബത്തെയും അവരാരാധിക്കും. ആ ഒരു കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയിലേക്ക് നിയോഗിക്കപ്പെടുന്നത്. മക്കയിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലുള്ള ആദ്യം തന്റെ ഉമ്മത്തിനോട് പറഞ്ഞതെന്താ? നിങ്ങൾ ഒരിക്കലും മരിച്ച ആളുകളിൽ കരികിൽ പോകാൻ പാടില്ല. എന്നെ പറ്റി എന്റെ അടിമകൾ ചോദിച്ചാൽ റസൂലെ അവരോട് പറയണം ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട് എന്ന അള്ളാഹുവിന്റെ വചനം. ആ വചനം പഠിപ്പിക്കപ്പെട്ടതിന് ശേഷമാ സഹാബാക്കൾ അവരുടെ വിശ്വാസത്തിൽ നിന്ന് റസൂലുള്ളാന്റെ വിശ്വാസത്തിലേക്ക് കയറി വരുന്നത്. ആ ജാഹിലിയത്തിൽ നിന്ന് റസൂലുള്ളാന്റെ മാർഗത്തിലേക്ക് അവർ വന്നതും ആ വിശ്വാസത്തെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തതിന്റെ പേരില. ഇന്നും ഈ സമൂഹത്തിനിടയിൽ നമ്മൾ പറയുന്നതും അത്രമാത്രമേയുള്ളൂ. ജാറത്തിങ്കൽ പോകല്ലേ, മക്ബറയിൽ ചെന്ന് പ്രാർത്ഥിക്കല്ലേ, മറ്റുള്ള ആളുകളോട് ഇസ്തിഗ്ഫാർ നടത്തല്ലേ, സഹായം ചോദിക്കല്ലേ. 1 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചെറു കുട്ടികൾക്ക് പോലും നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കും, ഏതിരുട്ടിലും ഏത് വെളിച്ചത്തിലും ഏത് പകലിലും ഏത് വിജനതയിലും എനിക്കെന്റെ റബ്ബ് മതി എന്ന് ആശങ്കകളില്ലാതെ, ഒരു പ്രയാസമില്ലാതെ, ഒരു കെട്ടിക്കൊടുക്കുന്ന ചിന്തകൾക്ക് മുൻപിലും അടിപതറാതെ ആർജവത്തോടെ പറയാൻ പറ്റണം, എനിക്കെന്റെ റബ്ബുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. വെള്ളത്തിന് വേണ്ടി കാലിട്ടടിക്കുന്ന ഇസ്മായിൽ നബിയെ പരിഗണിക്കാതെ സഫക്കും മർവക്കും കുന്നുകൾക്ക് മുകളിലേക്ക് ഓടിക്കയറിയ ഹാജറ ബീവിയുടെ ഉള്ളിലുണ്ടായ വിശ്വാസം വിജനമായ പ്രയാസങ്ങളിൽ മരുഭൂമിയിൽ അകപ്പെട്ട് അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ ബദറിന്റെ രണാങ്കണത്തിൽ നിന്ന് പ്രാർത്ഥിച്ച റബ്ബിനോടുള്ള പ്രാർത്ഥന, മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പം യൂനുസ് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന, ശരീരമാസകലം വ്രണപ്പെട്ട രോഗം ബാധിച്ച് നാട്ടുകാരൊറ്റപ്പെടുത്തി അങ്ങേയറ്റം മാറ്റി നിർത്തിയപ്പോഴും ആ അയ്യൂബ് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാ ഇന്നാളുകൾ നമ്മളെ കുറ്റം പറയുന്നത്. ഇനി ഒരു വേള ചിന്തിച്ചു നോക്കൂ, മക്കയിലെ ജീവിത കാലഘട്ടത്തിനിടയിൽ, മദീന ജീവിത കാലഘട്ടത്തിനിടയിൽ വഫാത്താകുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചരിത്രമുണ്ട്. ഇന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ ഒരു പെട്ടെന്നുള്ള മരണമല്ല ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഏകദേശം ഒരു 13 ദിവസം നല്ല പനി ബാധിച്ച് കിടന്നിട്ടുണ്ട്. സഫർ മാസം 30-ാം തീയതി മരണപ്പെട്ടൊരു സുഹാബിയുടെ മയ്യത്ത് ബഖീഉൽ അർഖദ് അഥവാ മദീന പള്ളിന്റെ അരികിലുള്ള ഖബർസ്ഥാനിൽ അടക്കി തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെട്ടെന്ന് കുനിഞ്ഞിരുന്ന് 2 കൈകൊണ്ടും തലങ്ങനെ പൊതിഞ്ഞു പിടിക്കാൻ തുടങ്ങി. കണ്ടു നിൽക്കുന്ന റസൂലുള്ളാന്റെ മുഖത്തേക്ക് നോക്കി സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ എന്തു പറ്റിയതാ? റസൂലുള്ള തിരിച്ചു പറഞ്ഞു, നിങ്ങൾ 2 ആൾ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. കയ്യിലുള്ള തോർത്തുമുണ്ടെടുത്ത് സഹാബത്ത് നെറ്റിയിൽ വരിഞ്ഞു കെട്ടിക്കൊടുത്തു. അവിടുന്ന് അങ്ങോട്ട് റബീഉൽ അവ്വൽ 12 വരെ അള്ളാഹുവിന്റെ ഹബീബ് സുക്കേടുകാരനാ, രോഗിയാ, കഠിന പനി ബാധിച്ചവനാ. ആ പനി ബാധിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നത് റബീഉൽ അവ്വൽ 12-ന്റെ അന്നാ. നേരം വെളുത്തു, സൂര്യൻ അതിന്റെ ചൂടിങ്ങനെ കാണിച്ചു തുടങ്ങിയപ്പോ കയ്യിലുണ്ടായിരുന്ന ഒരു തോർത്തുമുണ്ടെടുത്ത് അള്ളാന്റെ ഹബീബ് മുഖത്തേക്ക് ഇങ്ങനെ ഇടും, മുഖത്തുനിന്ന് ഇങ്ങനെ വലിച്ചു മാറ്റും. കണ്ടു നിൽക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാന്റെ തലയെടുത്ത് മടി കടത്തിയിട്ട് ചോദിക്കും, എന്തേ പ്രവാചകരെ, കഴിഞ്ഞ 12 ദിവസവും കാണാത്തൊരു വേദന നിങ്ങളുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ടല്ലോ റസൂലേ, എന്താ നിങ്ങൾക്കൊരു പ്രയാസം? പുഞ്ചിരിയോടെ റസൂലുള്ള തിരിച്ചു പറഞ്ഞു, ആയിഷ, അന്ന് ഖൈബറിലെ ജൂതപ്പെണ്ണ് തന്ന വിഷമാംസത്തിന്റെ വേദന അത് ഞാൻ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് ആയിഷ. അന്ന് മരിക്കേണ്ട മരണം ഇന്ന് എന്നെ തേടി വന്നിട്ടുണ്ട് ആയിഷ. മരണം എന്നെ തേടി പുറപ്പെട്ടിട്ടുണ്ട് ആയിഷ. മരണം റസൂലുള്ളാനെ തേടി വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ സഹാബത്ത് വീട്ടിന്റെ ചുറ്റുഭാഗവും കൂടി. ആയിരക്കണക്കിന് സഹാബാക്കൾ പ്രവാചകന്റെ വിവരമറിയാൻ വേണ്ടി റസൂലുള്ളാന്റെ വീട്ടിന്റെ മുമ്പിൽ തമ്പടിച്ചു കൂടുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിന്റെ മടിയിൽ തലവെച്ച് പറയുന്നുണ്ട്, ആയിഷ, ഇന്നലിൽ മൗത്തി സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ. അല്ലാഹുമ്മ അഇന്നി, അല്ലാഹുമ്മ അഇന്നി,
എനിക്ക് ആ വേദനയൊന്ന് കുറച്ചു താ റബ്ബേ എന്ന് സങ്കടം കൊണ്ട് കരയുന്ന റസൂലുള്ളാനെ വീണ്ടും ആയിഷ ബീവി മടിയിൽ കിടത്തി ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ആ സമയത്ത് റസൂലുള്ള ബോധം കെട്ടു. അല്പം വെള്ളമെടുത്ത് റസൂലുള്ളാന്റെ മുഖത്ത് തളിച്ചപ്പോ ഹബീബായ നബി തങ്ങളുടെ നാവുകൾ മന്ത്രിക്കാൻ തുടങ്ങി. ആ മന്ത്രിച്ച കൂട്ടത്തിൽ ഒരു വാക്കിങ്ങനെയായിരുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ. ജൂത ക്രൈസ്തവന്മാരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അള്ളാന്റെ ശാപം കിട്ടിയിരിക്കുന്നു. ജൂതന്മാർക്കും ക്രൈസ്തവന്മാർക്കും എന്തേ ശാപം കിട്ടാനുള്ള കാരണം? അത് വ്യഭിചരിച്ചതല്ല, അവർ കള്ളത്തരം കാണിച്ചതല്ല, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചതല്ല, ആരാന്റെ പണ്ടം പറമ്പും മോഷ്ടിച്ചെടുത്തതല്ല. അവര് ചെയ്ത ഒരൊറ്റ കുറ്റം, ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. അവരുടെ അമ്പിയാക്കൾ മരിക്കുമ്പോ, അവരുടെ ഉമ്മത്തിൽപ്പെട്ട ശ്രേഷ്ഠന്മാര് മരണപ്പെടുമ്പോ ആ മരിച്ചവരുടെ കബറുകൾ കെട്ടിപ്പൊക്കി ആ കബറിൽ കുമ്മായമിട്ട് ആ കബറിന്റെ അടുത്ത് സുജൂദ് ചെയ്യുകയും ആ കബറിന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും ആ കബറാളികൾക്ക് റബ്ബിന് കൊടുക്കേണ്ടത് കൊടുക്കുകയും ചെയ്ത ആ ജൂത ക്രൈസ്തവന്മാരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അള്ളാഹു ശപിച്ചിരിക്കുന്നു. ആ ശാപമാണ് അവർക്ക് കിട്ടിയത് എന്ന് ആവർത്തിച്ച് റസൂലുള്ള പഠിച്ചിട്ടുണ്ട് എങ്കിൽ, പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, ആ പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു മുസൽമാന് എങ്ങനെയാ അജ്മീർ പോകാൻ പറ്റുക? എങ്ങനെയാ നാഗൂര് പോകാൻ പറ്റുക? എങ്ങനെയാ മുത്തുപേട്ടക്ക് പോകാൻ പറ്റുക? എങ്ങനെയാ സിയം മക്കാമുക്ക് പോകാൻ പറ്റുക? എങ്ങനെയാ മമ്പറത്തേക്ക് പോകാൻ പറ്റുക? എങ്ങനെയാ മനുഷ്യരെ കേരളത്തിന്റെ മുക്കുമൂലകളിലുള്ള ഖബർ സിയാറത്ത് പറമ്പുകളിലേക്ക് എങ്ങനെയാ ഒരു മുസ്ലിമിന് പോകാൻ പറ്റുക? അവിടെയും തീർന്നിട്ടില്ല. ആ പറഞ്ഞതിന് ശേഷം വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയോട് ഒരു വാക്ക് പറഞ്ഞു. ആയിഷ, ജനങ്ങളോട് പറയണം, അവരോട് പറയണം. ആയിഷ, എന്തു പറയണം റസൂലേ? ലാ തജ്അൽ കബരി വസനൈ ഉബദ്. മരിച്ചത് മുഹമ്മദ് ആണെങ്കിൽ പോലും, മരിച്ചത് പ്രവാചകനായ മുഹമ്മദ് ആണെങ്കിൽ പോലും, ലാ തജ്അൽ കബരി, എന്റെ കബറിനെ ഒരിക്കലും ആഘോഷ സ്ഥലമാക്കി മാറ്റരുതെന്നും ആ കബറിനെ ഒരിക്കലും ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനയുടെ സ്ഥലമാക്കരുതെന്നും എന്റെ കബറിനെ ആരാധനയുടെ സ്ഥലമാക്കി മാറ്റരുതെന്നും അവരോട് പറയണേ ആയിഷ. അതും മതിവരാത്ത റസൂലുള്ള ആകാശത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ കബരി ഈദാ. എന്റെ കബറിനെ നീ ആഘോഷ സ്ഥലമാക്കി മാറ്റരുതേ റബ്ബേ. എന്റെ കബറിനെ ജൂതന്മാരും ക്രൈസ്തവന്മാരും ചെയ്യുന്നത് പോലെ ഒരാഘോഷ സ്ഥലമാക്കി മാറ്റരുതേ റബ്ബേ.